തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും ശക്തമായ കാറ്റും കനത്ത പുകയും കാരണം വിജയിച്ചില്ല. വസ്ത്രവിൽപ്പനശാലയുടെ ഗോഡൌണിൽ പിടിച്ച തീ തൊട്ടപ്പുറത്തുള്ള കെട്ടിടങ്ങളിലേക്കും വ്യാപിച്ചു. കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞും വീണു. ഒരേ സമയം 15ഓളം ഫയർഫോഴ്സുകൾ ശ്രമിച്ചിട്ടും തീ അണയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ ആധുനിക സജ്ജീകരണങ്ങളുള്ള വാഹനമെത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്ക് ശേഷം കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അതുകൊണ്ട് വേറെ ആരും ആശങ്കപ്പെടാനില്ല. ആരും ഇവിടെ കുടുങ്ങിപ്പോയിട്ടില്ല. ഒരു ജീവഹാനി സംഭവിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ഫയർഫോഴ്സ് മേധാവി എ ഹേമചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. 5 മണിക്കൂറോളം നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തായതിനാൽ സംഭവത്തെ അതീവ ഗൗരവമായി സർക്കാർ കാണുന്നുണ്ട്. ഉണ്ണി പാലാഴിക്കും സജാദ് പാലോടിനുമൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1.